ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ സംഭവിക്കണം എന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും പഠിച്ചവനെ. അപ്പോൾ അതുപോലെ നടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 100% അല്ല 200%. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, നമ്മൾ ആദ്യമേ തീരുമാനിച്ചു വെച്ചതാണ് വയനാട് പോകണമെന്നൊക്കെ. പക്ഷേ നല്ല അടിപൊളി മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുറത്ത് ഞാൻ ആദ്യം ഇൻട്രോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ഒച്ചപ്പാട് മഴൻ്റെ. എന്നിട്ട് അകത്ത് കയറിയതായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു മഴ കൊണ്ട് തന്നെ നമുക്ക് വയനാടൊന്നും പോകാൻ പറ്റില്ല. ഹിൽ സ്റ്റേഷൻ മുഴുവനും പൂട്ടിയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ അതങ്ങ് ക്യാൻസലായി. അങ്ങനെ വയനാട് ട്രിപ്പ് ക്യാൻസലാകുമ്പോഴേക്ക് വേറൊരു പരിപാടി വന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ അടുത്ത ആഴ്ച ഗ്രാൻഡ് മീറ്റപ്പ് നടക്കാൻ പോയത് 98 ബാച്ചിൻ്റെ പാപ്പിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു കുഞ്ഞി മീറ്റിംഗ് ഇന്നുണ്ട്. വോളണ്ടിയേഴ്സിനൊക്കെ സെലക്ട് ചെയ്ത് അതിനുവേണ്ടി പോകാൻ പോകുന്നത്. ഈ സ്കൂളിലാണ് ഞാൻ 8th മുതൽ +2 വരെ പഠിച്ചത്. ഇപ്പോൾ +2ൻ്റെ ഗ്രൂപ്പും ആയി, പിന്നെ SLCൻ്റെ ഗ്രൂപ്പും ആയി. ഇപ്പോൾ SLC ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആകെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം ആയിട്ടുള്ളൂ ഞാൻ ആഡായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു ഗ്രൂപ്പിൽ ആഡ് ആയതിനു ശേഷമാണ് ഫ്രണ്ട്സിനെ വീണ്ടും കാണുന്നതും ആ ഒരു വൈബെല്ലാം വരുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് വലിയ വൈബൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അടിപിടിയും പിന്നെ എന്താ പറയുക പഠിപ്പിൻ്റെ ടെൻഷനും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ഒരു വൈബ് വന്നത്. അപ്പം പലരും പല സ്ഥലത്തൊക്കെയാണുള്ളത്. കുറേ ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ ലാൻഡ് ആയിട്ടുണ്ട് ഈ ഒരു മീറ്റപ്പിന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിന് എത്ര ആൾക്കാർ വരുമോ എന്നൊന്നും എനിക്കറിയില്ല. അവിടെ പോയാലേ അറിയുള്ളൂ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഈ മഴയിലൂടെ വേണം ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി. ഞാൻ പഠിച്ച സ്കൂള് പാപ്പിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂള്. നല്ല മാറ്റം വന്നിട്ടുണ്ട്. അവിടെ കണ്ട ആ ഒരു ബിൽഡിങ് മരത്തിൻ്റെ നേരെ ബാക്കിലുള്ള അവിടെയാണ് നമ്മൾ +2 ക്ലാസ് ഉണ്ടായത്. മുമ്പ് ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. അവിടെ ഒരു സ്കൂഫേ വന്ന്, പിന്നെ ഫിസിക്സ് ലാബ്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരെല്ലാം ഉണ്ട് ഇന്നിട്ടാ. ഇന്നെന്തോ ടീച്ചേഴ്സിനുള്ള +2ൻ്റെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് വേറെ പുറത്തുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. നടക്കാനിരിക്കുന്ന മീറ്റപ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ വളണ്ടിയേഴ്സിൻ്റെ സെലക്ഷനും അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ അറിയാമല്ലോ നമ്മൾ ഫ്രണ്ട്സ് കണ്ടുമുട്ടിയാലല്ലേ സൊറ പറച്ചാൽ. അങ്ങനെ കുറച്ച് സമയം സൊറയൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ സൊറ പറഞ്ഞിരിക്കുമ്പോഴേക്ക് നല്ല ചൂട് ചായ എത്തി. ചായ എത്തിയപ്പാട് പിന്നെ എല്ലാവരും ചായ കുടിക്കാനുള്ള തിരക്കിലായി. നല്ല ചായ മാത്രമല്ല കേട്ടോ, ഒരുപാട് കടികളും ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം, കേക്ക്, കാരറ്റ്, പിന്നെ കപ്പ് കേക്ക്, ചക്ക വരെ ഉണ്ട്. ഇങ്ങനെ ഗൈസ് നമ്മളെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വളണ്ടിയറായിട്ടെല്ലാം സെലക്ട് ചെയ്ത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് ഒരു 8:30 എല്ലാം ആകുമ്പോഴേക്ക് തന്നെ വരണം. നമുക്ക് 9 മണിക്ക് പരിപാടി തുടങ്ങുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ രജിസ്ട്രേഷനിൽ പൂർത്തിയാക്കണം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് കാലത്ത് തന്നെ നമ്മൾ സൈക്കിളൊക്കെ കയറ്റിയിട്ട് കണ്ണൂരിലേക്ക് പോകുന്നതാണ്. ഇന്ന് ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ ആണ്. അതിനോടനുബന്ധിച്ച് കണ്ണൂർ സ്പോർട്സ് കൗൺസിലും കാനന്നൂർ സൈക്കിൾ ക്ലബ്ബും ചേർന്നിട്ട് ഒരു 5 കിലോമീറ്ററിൻ്റെ സൈക്കിൾ റൈഡ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നതാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം തന്നെ മാരത്തോണും പിന്നെ അതുപോലെ തന്നെ ബൈക്ക് റൈഡും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോൾ ഞാൻ സൈക്കിൾ റൈഡിന് പോകണമെന്നൊക്കെ വിചാരിക്കുമ്പോൾ എനിക്ക് ബൈക്ക് റൈഡ് എന്തെങ്കിലും വരും. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ SS മോട്ടോഴ്സ് ഇല്ല, മുന്നേ ഞാൻ വുമൻസ് ഡേ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ, പിന്നെ തോട്ടട ബീച്ചിലൊക്കെ. അപ്പോൾ അവർ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മിന്നാന്ന് ഇത് അയച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അപ്പോൾ ഇന്നലെ ആദ്യം വിളിക്കുകയും ചെയ്ത് ഇന്നെന്തായാലും പോകണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നിങ്ങനെ ഒരു റൈഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. ഇന്ന് ഓൾറെഡി ഞാൻ ഇത് കമ്മിറ്റഡാണ്. പിന്നെ ഞാൻ ജിമ്മിന് പോയപ്പോൾ അവിടെ നിന്നും പറഞ്ഞു ബൈക്ക് റൈഡ് ഉണ്ടെന്നൊക്കെ. അവർ വേണ്ട, നമുക്ക് ഏതായാലും ഈ സൈക്കിൾ മതി. എപ്പോൾ സൈക്കിളിന് പോകാൻ നിൽക്കുമ്പോൾ ഓരോന്നായിട്ട് വരും. പിന്നെ ഏതായാലും ഞാൻ ചൂസ് ചെയ്തു സൈക്കിൾ മതി. ആദ്യം ഞാൻ സൈക്കിൾ ഓടിച്ചിട്ട് തന്നെ കണ്ണൂരേക്ക് പോകാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്ന് എനിക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് വരുമ്പോഴേക്ക് ലേറ്റ് ആവും. പിന്നെ അതുമാത്രമല്ല ഇന്നലെ മറ്റേ ഇത് പറയുന്നുണ്ടായിരുന്നു റെഡ് അലേർട്ടാണ് എന്നൊക്കെ കണ്ണൂർ ഭാഗത്ത്. പക്ഷേ ഇന്ന് മഴയൊന്നും കാണുന്നില്ല ഇതുവരെ. ഇനി പെയ്യുമോയെന്നറിയില്ല. അപ്പോൾ അതെല്ലാം കൂടി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് കാർ എടുത്തിട്ട് പോകാം. പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. പിന്നെ അഥവാ മഴ പെയ്തിനെങ്കിൽ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിയാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഏതായാലും നമുക്ക് കണ്ണൂരെത്തിയിട്ടാണ് കേട്ടോ. വണ്ടിയിൽ കഴുകി വെച്ചിട്ട് പിന്നെ പുറത്തെടുത്തിട്ടില്ല. കാരണം ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഫുൾ ചളിയാവും. അത് വിചാരിക്കുമ്പോൾ പിന്നെ വണ്ടി എടുക്കാനേ തോന്നില്ല. അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ ഇറക്കിയത് അങ്ങോട്ടാണ് പ്രോഗ്രാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലബിൻ്റെ കൂടെ ഒരു റൈഡിന് വരുന്നത്. അപ്പോൾ ഒരുപാട് ലേഡീസ് ഉണ്ട് ഈ ക്ലബ്ബിൽ. നമ്മളെ ക്ലബ്ബിൽ പിന്നെ ആകെ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ക്ലബ്ബിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആരും പരിചയമില്ല, എല്ലാവരും പരിചയപ്പെടണം. അതിനിടയിൽ എനിക്ക് ടീഷർട്ട് തന്നു. നല്ല യെല്ലോ കളർ ടീഷർട്ടാണ്. അങ്ങനെ ഈ ഇരുത്തം തുടങ്ങിയിട്ടുണ്ടല്ലോ, ഏകദേശം 3/4 മണിക്കൂറായി. ഇനിയും തുടങ്ങിയില്ല. 8 മണിക്ക് തുടങ്ങുക പറയുന്നത്. പക്ഷേ 8:45 തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും കുട്ടികളൊക്കെ വന്ന് പിന്നെ
സ്പോർട്സ് കൗൺസിലിൽ പിന്നെ ദയ അക്കാദമി അങ്ങനെ എല്ലാം വന്ന് പിന്നെ ഇവിടുന്ന് നമ്മളെ ബേബി എച്ചിനെയും സിബുവെച്ചിനെയൊക്കെ കണ്ടിട്ട് പക്ഷെ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേക്കും പിന്നെ അവർ വേഗം പോയി. അവർ ഇതിനകത്തോട്ടൊക്കെ മാരത്തോണിനാണ് ഇപ്പോൾ രജിസ്ട്രേഷന് വേണ്ടി പോയി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ മാരത്തോണും പിന്നെ എന്താ പറയുക സൈക്ലിങ്ങും എല്ലാം ഒരുമിച്ചാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ സൈക്കിള് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായത് കേട്ടോ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇവിടുന്ന് തുടങ്ങുമല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് മാരത്തോൺ വേറെ സൈക്ലിങ് വേറെ എന്നല്ലാന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിന് പങ്കെടുക്കുക, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി ഇപ്പോൾ എല്ലാം ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് തുടങ്ങും. അപ്പോൾ എന്തായാലും ഒരു 9:30 മണി എന്തായാലും ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും എന്തായാലും കല്യാണത്തിന് കൊണ്ട് ടൈം ആവും കറക്റ്റ്. ഇവിടെ എല്ലാ പരിപാടിയും ഒരുമിച്ച് വെച്ചതുകൊണ്ട് തന്നെ നല്ല ക്രൗഡാണ്. ഇനോഗ്രേഷനിലും നമുക്ക് ഇങ്ങനെ മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ പിന്നെ നമ്മൾ സൈക്കിൾ റൈഡും തുടങ്ങി. പക്ഷെ നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന വീഡിയോസൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ട് റൈഡെല്ലാം അവസാനിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഈ ബാക്കിൽ ഇങ്ങനെ പോകുമ്പോഴുള്ളൊരു ചെറിയ പ്രശ്നം നമ്മുടെ സ്പീഡ് പോകുന്നതല്ല വണ്ടികളും എല്ലാം ആയിട്ടുള്ള ചെറിയൊരു ഇത്. പിന്നെ ഒന്നാമെന്ന് പറയുന്നത് ഞാൻ ഇതുപോലത്തെ പ്രോഗ്രാമിന് ആദ്യമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. വെറുതില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ഇവിടെ പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ടേക്ക് കയറി. അപ്പോൾ ഈ സ്റ്റേഡിയം എന്ന് പറയുന്നതല്ലാണ്ട് സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഇതിന് മുന്നേ വന്നവർക്കൊന്നും ഇത് വലിയ പുതുമയൊന്നും ആയിരിക്കില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കിതൊരു നല്ലൊരു പിന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിനകത്തെല്ലാം കാണാൻ വേണ്ടി. ഒന്നാമത് ഞാൻ സ്പോർട്സിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പിന്നെ മാച്ചുമാണ് വരേണ്ടത്, മാച്ചൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എപ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് കയറണം കാണണം എന്നൊക്കെ, പക്ഷേ അവസരം കിട്ടിയിട്ടില്ല. അപ്പം ഇതാ നല്ല അടിപൊളി വലിയ സ്റ്റേഡിയം തന്നെയാണ്. ഗ്രൗണ്ടിൽ പക്ഷെ മഴയായതുകൊണ്ട് ഫുള്ളായിട്ട് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയിപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വീട്ടിൽ നിന്ന് ചായയും കുടിച്ച് ഇറങ്ങിയതാണ്. നല്ലോണം വിശക്കുന്നുണ്ട്. ഫ്രൂട്ടി ഒന്നും എവിടെയും ആയിട്ടില്ല. ഒന്നാമത് നല്ല ചൂടുമാണ്. അപ്പോൾ പിന്നെ ഫ്രൂട്ടി കുടിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്, എന്നാലും വിശക്കുന്നുണ്ട്. അപ്പോൾ ഇനി നേരെ പോകുന്നത് പയ്യാമ്പലം വൈൽഡ് കഫേയിലാണ്. അവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. 10:30 മണി വരെ ഉള്ളൂ. സൺഡേസിൽ മാത്രമേ ഉള്ളൂ. രാവിലെ 8 മണിയോ 7 മണിയോ എന്നറിയില്ല, അത് കറക്റ്റായിട്ട് ഞാൻ ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും പിന്നെ ടിൽ 10:30 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ എത്തുമ്പോഴേക്ക് സമയം കഴിയുമെന്നറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. നമ്മളെ പരിപാടിക്ക് മഴയില്ലാത്തത് എന്തോ ഭാഗ്യം കേട്ടോ. ഞാൻ വണ്ടി കുറച്ചൊന്നിങ്ങനെ മൂവ് ചെയ്തിട്ടേ ഉള്ളൂ. അതായത് പിന്നെ ആ റൗണ്ട് ജസ്റ്റ് കയറി താവക്കരയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോഴേക്ക് തുടങ്ങിയ മഴയാണ്. ഇത് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ശക്തിയിലുള്ള മഴയൊന്നുമല്ല, ചെറുതായിട്ടുള്ള മഴ. പക്ഷെ നമ്മൾ ആ പരിപാടിൻ്റെ സമയം പെയ്യാത്തതുകൊണ്ട് അടിപൊളിയായി. ആ ഒരു സമയത്ത് എന്തോ ഒരു ഭാഗ്യത്തിന് നല്ല വെയിലും നല്ല കാലാവസ്ഥയായിരുന്നു. ഞാൻ സൈക്കിൾ റൈഡ് ചെയ്താൽ നേരെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞത്. അപ്പം മാച്ചൊരു ഭയങ്കര ആഗ്രഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പക്ഷേ സൈക്കിൾ റൈഡ് പറ്റില്ല. കാരണം സൺഡേ അല്ലേ, രാവിലെ ഉറങ്ങിയെണീക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ പേരും പറഞ്ഞ് അവരവിടെ മുങ്ങിയതാണ്. ഇതിപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എഗ് ഐറ്റംസ് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതൊക്കെ വേണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇത് കോംബോ ഉണ്ട്. കോംബോ ഞാൻ ഓർഡർ ചെയ്തത് മാറ്റി ചെയ്തിട്ട് ഇപ്പം പിന്നെ ചീസ് ഓംലേറ്റും വാട്ടർമെലൺ ജ്യൂസും പിന്നെ ഒരു ഹണി ആഡ് യോഗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സും യോഗട്ടൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ്. അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ മാച്ചുന് ഒരു കുഞ്ഞി കേക്കും വാങ്ങിച്ച്, കുഞ്ഞി കേക്കല്ല ഒരു പീസ് കേക്ക്. അവന് ഇവിടുത്തെ ഒരു കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ ഞാൻ അവിടുന്ന് കഴിക്കുമെന്ന് വിചാരിച്ചു. പാവല്ലേ, അങ്ങനെ വാങ്ങിച്ച്. അപ്പം അങ്ങനെയെല്ലാം സെറ്റായി. അപ്പോൾ ഫുഡ് അടിപൊളിയായിരുന്നു. ഞാൻ വാങ്ങിച്ചത് നിങ്ങൾ കണ്ടല്ലോ, ചീസ് ഓംലേറ്റും പിന്നെ കട്ട് ഫ്രൂട്ട്സും പിന്നെ അതുപോലെ തന്നെ വാട്ടർമെലൺ ജ്യൂസും. ഇത് മൂന്നും ഞാൻ വാങ്ങിച്ചത്. അത് കഴിക്കുമ്പോഴേക്കും എൻ്റെ ടമ്മി ഫുള്ളായി. അപ്പോൾ ടമ്മി ഫുള്ളാവാത്തവരാണെങ്കിൽ പിന്നെ നമുക്ക് അഡീഷണൽ വാങ്ങിക്കാം. പക്ഷെ ശരിക്കും എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടുത്തെ കോംബോ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കോംബോ എന്ന് പറയുന്നത് ഒരു 700 ആണ്. അത് പക്ഷെ 4 ആൾ വരുന്നതാണെങ്കിൽ വേർത്തിയാണ്. 4 ആൾക്കാർക്ക് ഇഷ്ടംപോലെ കഴിക്കാനുണ്ടാവും. പക്ഷേ നമ്മൾ ഒരാളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സെലക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നേരെ കുറച്ച് നമ്മൾ ജസ്റ്റ് ലോഫിൽ പോയപ്പോൾ കാലിക്കറ്റ് പോയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക്
250 300 അങ്ങനെ ഒരു അറൗണ്ട് 300 വരുന്ന ഒരു പിന്നെ കോംബോ ആയിരുന്നു. ബേക്ക്ഡ് വെജിറ്റബിൾസും പിന്നെ ഓംലേറ്റും പിന്നെ എന്താ പറയുക ഫ്രൂട്ട്സും പിന്നെ ജ്യൂസോ അല്ലെങ്കിൽ കോഫി അങ്ങനെ എല്ലാം കൂടി ഉള്ള ഒരു കോംബോ ആയിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മയില്ല, എന്നാലും ഞാൻ അതിൻ്റെ പിക്ക് ഞാൻ നോക്കട്ടെ, തപ്പിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇടാം. അപ്പം ഇവർ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് അഡീഷണൽ ആഡ് ചെയ്ത് കൊണ്ടുവരണം. പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് വൈസ് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ എനിക്കെന്നാലും പറയുന്നത് ഇങ്ങനെ ഒരു പിന്നെ മോർണിംഗ് ഇത്ര കഴിക്കുമ്പോഴൊക്കെ തന്നെ സംഭവം ഓക്കെ ആയി. അപ്പോൾ ഓക്കെ, ഇനി വീട്ടിലെത്തി ഫ്രഷ് ആയിട്ട് വേണം കല്യാണത്തിന് പോകാൻ വേണ്ടി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.